ഹലോ ഗായ്സ്, നമുക്കിന്ന് നോമ്പ് തുറയായിട്ടൊരു സ്പെഷ്യൽ മുട്ട ബജി ഉണ്ടാക്കിയാലോ. സ്പെഷ്യലാവാൻ കാര്യം വേറൊന്നും കൊണ്ടൊന്നുമല്ല, അത് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അത് സ്പെഷ്യലായതെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഇച്ചിരി മൈദാമാവ് ഇട്ട് കൊടുക്കാം, ഇച്ചിരി വറുത്ത അരിപ്പൊടി, പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നത് കാണിക്കാത്തത് വേറൊന്നും കൊണ്ടിട്ടല്ല, ഞാനത് ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്തത്. ഈ മുട്ട എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നറിയോ? എനിക്കും അറിയത്തില്ല. ഞാൻ ഈ മുട്ട വേവിച്ച് എടുത്ത് പൊളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ മുട്ട എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. പിന്നെ ഒരു കാര്യം, ഈ കണ്ണാടി കൂടുകളിൽ മാത്രം കാണുന്ന ചില പ്ലേറ്റുകൾ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ വീട്ടിലും, ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നത് അതേ പാത്രമാണ് ഇത് ഞങ്ങളുടെ ഉമ്മി അറിഞ്ഞിട്ടില്ല ഇത് എടുത്ത് ചെയ്തതൊന്നും. ഇനി ഇത് ഉമ്മി ഈ വീഡിയോ കാണുമ്പോഴാണ് ഞങ്ങളുടെ കുത്തിന് പിടിക്കാൻ പോണത്. അത് സാരമില്ല, അത് അന്നേരം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മുട്ട ബജി ഒന്ന് പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് മുട്ട ബജി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്.